ഗൈസ് രാത്രിയിൽ ഏകദേശം 10 മണിയോട് അടുത്തിരിക്കുവാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ ഷോപ്പിൽ ആയുധം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. ഭദ്രകാളി തൃശൂലം കൊണ്ട് നിൽക്കുന്ന പോലെ നമ്മുടെ ബ്രോ ഇന്ന് വയലിൽ പോയി മീനുകളെ കുത്തി താണ്ഡവമാടുമെന്ന മട്ടിലാണ്. സ്പോട്ടിലേക്ക് പോകും വഴി തൃശൂലം കയ്യിലിരിക്കുന്നത് കൊണ്ടാവാം വഴിയിൽ കാണുന്നവരൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വയലിലെത്തി ഫുള്ളി ചാർജ് ചെയ്ത ടോർച്ചുകളുമായി കുത്താൻ പാകത്തിലുള്ള മീനുകളെ നോക്കിയുള്ള നടപ്പാണ് സംഭവം. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട് കേട്ടോ. മഴക്കാലം അല്ലാത്തത് കൊണ്ടും വയലിൽ വെള്ളം കുറവായതുകൊണ്ടും ഇവിടെ കുത്താൻ പാകത്തിനുള്ള മീനിനെ കിട്ടുന്ന കാര്യം പാടാണ്. അവസാനം നടന്ന് ഒടുവിൽ നമ്മുടെ ബ്രോ ഒരു മീനിനെ സ്പോട്ട് ചെയ്ത് മുപ്പല്ലി കുത്തിയിറക്കി ലോക്കാക്കി വെച്ചിരിക്കും. കുത്ത് കറക്റ്റ് കിട്ടിയോന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ പൊക്കിയെടുക്കുന്ന വഴി മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് കൈയിട്ട് മുപ്പള്ളിയുടെ അറ്റവും മീനിനെയും ഒത്തുപിടിച്ച് പൊക്കിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് അതാ നമ്മുടെ മുപ്പള്ളി കൊണ്ടുള്ള ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഈ ആയുധം ഉപയോഗിച്ച് ആദ്യമായിട്ട് നമ്മൾ കുത്തിയെടുത്തിരിക്കുന്നത് ഒരു ചെറിയ വരാലിനെയാണ്. ഐറ്റത്തിന് നല്ല വെയിറ്റും മൂർച്ചയും ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ പോലും മീൻ അവിടെ ലോക്കാണ്. എന്തായാലും ഒരു മീനിനെ കണ്ട സ്ഥിതിക്ക് അടുത്തായി തന്നെ ഇനിയും മീനുകളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. എടുത്തു പറയേണ്ട കാര്യം, രാത്രിയിൽ ടോർച്ച് അടിച്ച് വെള്ളത്തിലേക്ക് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മൾ നടക്കുന്ന വഴിയിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ പാമ്പുകടി തൊട്ട് പൊട്ടക്കിണറ്റിൽ വരെ വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും കുറച്ചു നേരത്തെ നടക്കലിന് ശേഷം നമ്മുടെ ബ്രോ രണ്ടാമത്തെ മീനിനെ മുപ്പല്ലി ഉപയോഗിച്ച് കുത്തി ഇറക്കിയിരിക്കുകയാണ്. മീനിന്റെ തലയുടെ ഭാഗത്ത് തന്നെ കറക്റ്റ് കുത്തു കിട്ടിയത് കൊണ്ട് ആശാൻ സ്പോട്ടിൽ തന്നെ നോക്കൌട്ട് ആയിരിക്കുകയാണ്. ഇനി മീനിന്റെ സൈസിനെ പറ്റി ഡൗട്ട് ഉള്ളവർക്കായി ഈ സ്പോട്ടിലെ വരാലുകൾ സാധാരണയായി ഈ ഒരു സൈസിൽ തന്നെയാണ് കാണപ്പെടുന്നത്. എന്തായാലും രാത്രിയിൽ ടോർച്ചും കൊണ്ട് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ മീനുകൾ അല്ലാതെ പല ടൈപ്പ് ജന്തുക്കളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കുത്തലെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകും വഴി ഒരു സേഫ്റ്റിക്ക് വേണ്ടി മുപ്പല്ലിയുടെ 3 മുനകളും നമ്മൾ ഇതുപോലെ വാഴയിലയുടെ തണ്ട് ഉപയോഗിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് കണ്ടത് വെറും സാമ്പിൾ ആണെങ്കിലും കറക്റ്റ് സീസൺ ആവുമ്പോഴേക്കും ഇത് ഉപയോഗിച്ച് ഒരു ഹെവി ഫിഷിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ.